സീനിൽ മമ്മൂക്ക ഒരു കഷ്ണം ചിക്കൻ പോലും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അർജുൻ അശോകൻ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഭ്രമയുഗം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങിയ ചിത്രം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. വെറും 5 കഥാപാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുവെന്നുള്ളതും ഭ്രമയുഗത്തെ കൂടുതൽ വ്യത്യസ്തമാക്കി. കൊടുമൺ പോറ്റിയായും ചാത്തനായും ഗംഭീര പ്രകടനം നടത്തിയ മമ്മൂട്ടിയും പല സിനിമാ ചർച്ചകളിലും വിഷയമായിരുന്നു. മമ്മൂട്ടിയിൽ നിന്ന് അധികമാരും പ്രതീക്ഷിക്കാത്ത പെർഫോമൻസ് ആയിരുന്നു മമ്മൂട്ടി കാഴ്ചവെച്ചത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഓർമ്മകൾ പങ്കുവെക്കുകയാണ് അർജുൻ അശോകൻ. 25 ദിവസത്തോളം മമ്മൂക്കയെ സ്വന്തമാക്കി വെച്ച ഫീലായിരുന്നു ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തെന്ന് അർജുൻ അശോകൻ പറഞ്ഞു. താനും സിദ്ധാർത്ഥ ഭരതനും മാത്രമേ മമ്മൂട്ടിയുടെ കൂടെ കൂടുതൽ സീനിലും ഉണ്ടായിരുന്നുള്ളൂവെന്നും താൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നുവെന്നും അർജുൻ കൂട്ടിച്ചേർത്തു. ചിത്രത്തിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സംവിധായകൻ മമ്മൂട്ടിയുടെ സ്കെച്ച് കാണിച്ചു തന്നെന്നും അത് കണ്ടപ്പോൾ തന്നെ താൻ സിനിമയ്ക്ക് ഓക്കെ പറഞ്ഞെന്നും അർജുൻ അശോകൻ പറഞ്ഞു. ചിത്രത്തിൽ ഒരുപാട് പേർ അത്ഭുതത്തോടെ കണ്ട സീനുകളിൽ ഒന്നാണ് മമ്മൂട്ടി ചിക്കൻ കഴിക്കുന്ന സീനെന്നും എന്നാൽ ആ സീനിൽ ഒരു കഷ്ണം ചിക്കൻ പോലും അദ്ദേഹം കഴിച്ചിട്ടില്ലെന്നും അർജുൻ കൂട്ടിച്ചേർത്തു. എന്നാൽ അത് ആരും വിശ്വസിക്കില്ലെന്നും സിനിമ കണ്ടവരെയെല്ലാം അദ്ദേഹം അത് കഴിച്ചു എന്ന് വിശ്വസിപ്പിച്ചതാണ് മമ്മൂട്ടി എന്ന നടന്റെ വിജയമെന്നും അർജുൻ അശോകൻ പറഞ്ഞു. കൈരളി ടിവിയോട് സംസാരിക്കുകയായിരുന്നു അർജുൻ അശോകൻ. ഭ്രമയുഗത്തിന്റെ കഥ മുഴുവൻ കേട്ടപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു. കഥ പറഞ്ഞതിന് ശേഷം രാഹുൽ മമ്മൂക്കയുടെ ഒരു സ്കെച്ച് തയ്യാറാക്കിയിരുന്നു. അത് കണ്ടതും ഞാൻ ഓക്കെ പറഞ്ഞു. ആ സിനിമയെ പറ്റി പറഞ്ഞാൽ 25 ദിവസം എനിക്ക് മമ്മൂക്കയെ സ്വന്തമായി കിട്ടിയ ഒരു ഫീൽ ആയിരുന്നു. കാരണം മിക്ക സീനിലും ഞാനും സിദ്ധുവേട്ടനും മമ്മൂക്കയും മാത്രമായിരുന്നു. അതിന്റെ എക്സൈറ്റ്മെന്റ് വേറെ. പടത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ സീനിൽ ഒന്നാണ് മമ്മൂക്ക ചിക്കൻ കഴിക്കുന്ന സീൻ. ആ സീനിൽ ഒരു കഷ്ണം ചിക്കൻ പോലും പുള്ളി കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പുള്ളി അത് കഴിച്ചെന്ന് വിശ്വസിപ്പിച്ചതാണ് അദ്ദേഹത്തിലെ നടന്റെ വിജയം. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ വേറൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ആ പടം കളറിൽ കണ്ട ചുരുക്കം ആളുകളിൽ ഒരാൾ ഞാനാണ്. ഓരോ സീൻ എടുക്കുമ്പോഴും മോണിറ്ററിൽ കാണാൻ പറ്റി. അർജുൻ അശോകൻ പറഞ്ഞു.